പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സതീശൻ നടത്തിയത് ഒരു പൊതുപ്രവർത്തകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരംതാണ പ്രസംഗമാണെന്ന് മന്ത്രി ആരോപിച്ചു. സമുദായ നേതാക്കളെയും പിതാവിന്റെ പ്രായമുള്ളവരെയും ധിക്കാരത്തോടെയും നിഷേധത്തോടെയും നേരിടുന്ന സതീശനെ കേരളം വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി നുണകളുടെ പരമ്പര സൃഷ്ടിക്കുന്ന സതീശൻ കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരൻ ആണെന്ന് മന്ത്രി വിശേഷിപ്പിച്ചു. പുനർജനി കേസിൽ വിജിലൻസ് കുറ്റം ചുമത്തിയെന്ന സതീശന്റെ വാദം വസ്തുതാ വിരുദ്ധമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സഭയിലെ കയ്യാങ്കളിയെക്കുറിച്ച് പറയാനുള്ളത് ഒളിച്ചുവെക്കേണ്ട കാര്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. താൻ സംഘപരിവാർ ആണെന്ന സതീശന്റെ ആരോപണത്തിന് മറുപടിയായി ഗോൾവാൾക്കറുടെ ചിത്രത്തിനു മുന്നിൽ നട്ടെല്ല് വളച്ചത് താനല്ലെന്നും അത് വി.ഡി. സതീശനാണെന്നും മന്ത്രി പരിഹസിച്ചു. സതീശനെ വിനായക് ദാമോദർ സതീശനെന്നും സംഘിക്കുട്ടിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഞാൻ RSSനെതിരെ നെഞ്ചുവിരിച്ച് പോരാട്ടം നടത്തുമ്പോൾ സതീശൻ വള്ളിനിക്കറിട്ട് നടക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിഹത്യ നടത്തുന്നത് മറ്റൊന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ടാണെന്നും മന്ത്രി ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടത് നിയമപരമായി അത്യാവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഉണ്ണികൃഷ്ണനെ പോലൊരു ക്രിമിനൽ സോണിയാഗാന്ധിയെ കാണാൻ ആരാണ് അവസരം ഒരുക്കിയതെന്നും വ്യക്തമാക്കണം. ഉണ്ണികൃഷ്ണനെ പോലൊരു ക്രിമിനലിന് സോണിയാഗാന്ധിയെ കാണാൻ ആരാണ് അവസരം ഒരുക്കിയതെന്നും വ്യക്തമാക്കണം. സോണിയ MP ആയിരുന്ന ബെല്ലാരിയിലെ സ്വർണം വിറ്റെന്ന വിവരം ഞെട്ടിക്കുന്നതാണെന്നും സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് സതീശനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി ആരോപിച്ചു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.